നമ്മുടെ വീട്ടിൽ എപ്പോഴും ലഭ്യമായ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന തേങ്ങ ചേർത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള അരിമുറുക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അരിമുറുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഉഴുന്ന് വറുത്തെടുക്കണം. 2 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് ഉഴുന്നാണ് എടുക്കേണ്ടത്. ഒരു പാൻ ചൂടാക്കി ഉഴുന്ന് ആഡ് ചെയ്യണം. അതിനുശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കണം. ഉഴുന്ന് ബ്രൗൺ കളർ ആകുമൊന്നും വേണ്ട, പൊടിച്ചെടുക്കാൻ പാകത്തിൽ വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റണം. നന്നായി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായി 1/2 കപ്പ് തേങ്ങ ചെരുകിയത് എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. കൂടെ 5-6 വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ആഡ് ചെയ്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. കുറച്ച് തേങ്ങയുള്ളത് കൊണ്ട് മിക്സിയിൽ ഫൈനായിട്ട് അരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും പരമാവധി ഫൈനായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. 2 കപ്പ് ഫൈനായിട്ടുള്ള വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പത്തിരിയും ഇടിയപ്പവും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. ഇനി ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് ആഡ് ചെയ്യാം. അടുത്തതായി അരച്ചെടുത്ത തേങ്ങ അരിപ്പൊടിയിലേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യണം. അതിനുശേഷം പൊടിച്ചെടുത്ത ഉഴുന്ന് ആഡ് ചെയ്യാം. ഇനി 1/4 ടീസ്പൂൺ കായം പൊടിയും 1/2 ടീസ്പൂൺ നല്ല ജീരകവും 2 ടീസ്പൂൺ കറുത്ത എള്ളും. എള്ളെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, എള്ളിൽ മണ്ണുണ്ടാകും. എള്ള് നന്നായി അരിച്ചെടുത്തതിന് ശേഷമാണ് ചേർക്കേണ്ടത്. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അയമോദകവും കൂടി ആഡ് ചെയ്യാം. അയമോദകം ഓപ്ഷണലാണ്. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. ഇനി ഇതെല്ലാം നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ ഉരുക്കിയ ബട്ടർ ആഡ് ചെയ്യാം. ഞാനിവിടെ ബട്ടറാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് മിക്സ് ചെയ്യണം. അതിനുശേഷം ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യണം. ഞാനിവിടെ ഉപ്പ് വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളപ്പിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പൊടിയിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. വെള്ളത്തിന്റെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്താണ് ഞാനിവിടെ വെള്ളം തിളപ്പിച്ചത്. ഈ വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത്. 1 കപ്പ് പൊടിക്ക് 1/4 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത്. പൊടിയുടെ വറവ് അനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ മാറ്റം വരും. വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്താൽ മതി. വെള്ളം കൂടിപ്പോയാൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഇടിയപ്പത്തിന് കുഴയ്ക്കുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പ് നോക്കി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്നും കുറച്ചെടുത്ത് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കണം. കയ്യിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഉരുണ്ടു വരികയാണെങ്കിൽ പാകമായെന്ന് പറയാം. ഇതുപോലെ ഒരു അച്ചാണ് മുറുക്ക് തയ്യാറാക്കാൻ വേണ്ടത്. ഇതൊരു സേവനാഴിലിട്ട് ഫിക്സ് ചെയ്യണം. സേവനാഴിയുടെ ഉള്ളിൽ കുറച്ച് ഓയിലോ ബട്ടറോ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഉള്ളിൽ ഒട്ടിപ്പിടിക്കാതെ സ്മൂത്തായിട്ട് മുറുക്ക് ചുറ്റിയെടുക്കാം. കുഴച്ചെടുത്ത മാവിൽ നിന്നും കുറച്ചെടുത്ത് സേവനാഴിലിട്ട് ഒന്ന് ചുറ്റിയെടുക്കാം. ചുറ്റിയെടുക്കുമ്പോൾ ഇതുപോലെ പൊട്ടാതെ വീഴുകയാണെങ്കിൽ പൊടി കുഴച്ചത് കറക്റ്റ് പാകമാണെന്ന് പറയാം. വെള്ളത്തിൻ്റെ അളവ് കുറവ് വരുമ്പോഴാണ് പൊട്ടിപ്പോകുന്നത്. ഇനി നമുക്ക് മുറുക്ക് ചുറ്റിയെടുക്കാം. 2 തരത്തിൽ മുറുക്കുണ്ടാക്കാം. ഇതുപോലെ ചുറ്റിയെടുത്ത് മുറുക്ക് തയ്യാറാക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഓയിലിലേക്ക് ചുറ്റിയിട്ടാലും മതി. ഒരു പ്ലേറ്റിൽ എണ്ണ തടവി അതിൻ്റെ മുകളിൽ ആദ്യം കുറച്ച് മുറുക്ക് ചുറ്റി വെച്ചതിന് ശേഷം മുറുക്ക് വറുത്തെടുക്കാം. മുറുക്ക് ചുറ്റിയതിന് ശേഷം ലാസ്റ്റ് വരുന്ന ഭാഗം ഒട്ടിച്ചു കൊടുക്കാൻ മറക്കരുത്. ഇതുപോലത്തെ പ്ലേറ്റ് ഒക്കെ ആണെങ്കിൽ എണ്ണ തടവിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ മുകൾ വശം നല്ല സ്മൂത്ത് ആയിരിക്കും. അതുകൊണ്ട് ഈസിയായി നമുക്ക് എണ്ണയിലേക്ക് കോരിയിടാൻ പറ്റും. മുറുക്ക് വറുത്തെടുക്കാനുള്ള ഓയിൽ റെഡി ആയിട്ടുണ്ട്. വെളിച്ചെണ്ണയോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഉപയോഗിക്കാം. കുഴച്ചെടുത്ത മാവിൽ നിന്നും കുറച്ചെടുത്ത് ഓയിലിലേക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരികയാണെങ്കിൽ ഓയിൽ ചൂടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഒരു ചട്ടുകം ഉപയോഗിച്ച് ഈസി ആയിട്ട് മുറുക്ക് നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഓയിൽ ഓവർ ഹീറ്റ് ആണെങ്കിൽ മുറുക്ക് ഓയിലിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആകും. ഒരു സെറ്റ് മുറുക്ക് വറുത്തുകൊണ്ടിരിക്കുമ്പോൾ വറുക്കാനുള്ള അടുത്ത സെറ്റ് നമുക്ക് ചുറ്റിയെടുത്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ മാവ് ഒരിക്കലും തുറന്നു വെക്കരുത്. എപ്പോഴും അടച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കുറച്ച് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് മുറുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് കിട്ടും. മുറുക്ക് പാകമാകുന്ന സമയത്ത് ഓയിലിലെ പതയൊക്കെ പോയിട്ടുണ്ടാകും. അതുപോലെ ഒരു ഫോർക്ക് കൊണ്ട് തട്ടുമ്പോൾ നമുക്ക് ചെറിയ സൗണ്ട് കേൾക്കാൻ പറ്റും. ഇപ്പോൾ പതയൊക്കെ മാറി മുറുക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഓയിൽ നിന്നും കോരി മാറ്റി ടിഷ്യൂ പേപ്പറിലേക്കോ കിച്ചൺ ടവലിലേക്കോ മാറ്റാം.
നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് റെഡി ആയിട്ടുണ്ട്. തേങ്ങ ചേർക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ അരിമുറുക്കിന്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.